എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നാളായല്ലേ ജോബിന്റെ വേക്കൻസി ആയിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. വേക്കൻസി വരാത്തത് കൊണ്ടല്ല, നേരത്തെ ഇട്ട വീഡിയോകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ബയോഡാറ്റാസ് കയ്യിലുണ്ടായിരുന്നു. അപ്പം പല ജോലികൾക്കും അതിനകത്തുള്ളവർ തന്നെ സെലക്ട് ചെയ്ത് വിടുകയായിരുന്നു. അപ്പോൾ പുതിയ ഒരു ജോബിന്റെ വീഡിയോ ആണിത്. ഒന്നല്ല, രണ്ട് കാറ്റഗറിയിലേക്കാണ് നമുക്ക് ആളെ ആവശ്യമുള്ളത്. ഒന്ന് അലുമിനിയം ഫാബ്രിക്കേഷനിലേക്കും മറ്റത് പ്ലംബിങ്ങിലേക്കും. ഓക്കെ. അപ്പോൾ ജോബിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എൻ്റെ പേര് സുബിൻ എന്നാണ്. സ്ഥലം തിരുവനന്തപുരമാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സെർബിയയിലാണ്. 3.5 വർഷം കഴിഞ്ഞു ഇപ്പോൾ സെർബിയയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് വഴിക്ക് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ നമ്പർ തന്നെ, പേഴ്സണൽ നമ്പർ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതുകൊണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ജോലി തിരക്ക് ആയതുകൊണ്ട് പലരുടെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യാനായിട്ട് അധികം പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ആ വീഡിയോയിൽ മാക്സിമം ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫസ്റ്റ് ഞാൻ ആ ചോദ്യങ്ങൾ അതിൻ്റെ കുറച്ച് ആൻസറും ഞാൻ തരാൻ ശ്രമിക്കാം. അതിനുശേഷം ഞാൻ ഈ ജോബിൻ്റെ ഇപ്പോൾ പുതിയ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ, ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ മെയിനായിട്ട് വെയർ ഹൗസിനെ കുറിച്ചാണ് കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. വെയർ ഹൗസിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെയർ ഹൗസിൻ്റെ വാക്കൻസി ഒരു ഏജന്റ് ത്രൂ വന്നിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് പറയുന്നത് വാക്കൻസി അവർ പറയുന്ന ശമ്പളമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം 1500 2000 യൂറോ ഒക്കെ പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഏജൻസി അവരോട് പറഞ്ഞേക്കുന്നത്. ശരിക്കും സെർബിയെ സംബന്ധിച്ച് ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സെർബിയെ സംബന്ധിച്ച് അത്രയും ഒരു വലിയ എമൗണ്ട് ഏണിങ്സിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു നോർമൽ കാറ്റഗറിക്ക് 500 യൂറോ മുതൽ ഒരു സാലറി നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. സ്കിൽഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ 600 650 700 800 അങ്ങനെ ഒരു ഇതായിരിക്കും ഒരു സാലറി സ്കെയിൽ വരുന്നത്. സോ അതിനേക്കാളും വലിയൊരു രീതിക്കുള്ള ഒരു സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് 100% ഫേക്ക് എന്ന് തന്നെ പറയണം. ഞാൻ സെർബിയയിൽ സാലറി കിട്ടുന്നില്ല എന്നല്ല കേട്ടോ. ഒരു വെൽഡറെ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് ഒരു ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ജർമ്മൻ കമ്പനിയിലാണ്. അവിടെ അവർക്ക് ഓവർ ടൈം ഉൾപ്പെടെ 1200 അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഉള്ള കമ്പനികളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു വെയർ ഹൗസിൽ ഒരു അൺസ്കിൽഡ് വർക്കിന് അത്രയും വലിയൊരു സാലറി കിട്ടാനായിട്ട് ചാൻസ് ഭയങ്കര കുറവാണ്. എന്തിനാണ് ഇപ്പോഴും അതുപോലുള്ള വാക്കൻസികൾ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് PCCയുടെ കാര്യം. PCC മാൻഡറി ആക്കിയിട്ടുണ്ട്, ശരിയാണോ ചേട്ടാന്ന് ചോദിച്ചിട്ട്. PCC ഒന്നും മാൻഡറി ആക്കിയിട്ടില്ല. ഞാൻ മുമ്പെയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, PCC മാൻഡറി ആക്കിയിട്ടില്ല, ഇൻഷുറൻസ് മാൻഡറി ആക്കിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. അതൊക്കെ നിങ്ങൾ വർക്കിന് വരുന്ന ആ കമ്പനി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് കൊടുക്കണം. അല്ലാതെ ഇതൊരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു മാൻഡറി ആയിട്ട് നിങ്ങളിപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ട്രക്ക് ഡ്രൈവർമാരുടെ വാക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഈ ട്രക്ക് ഡ്രൈവർമാരുടെ വാക്കൻസി വരുന്നുണ്ട്, ഡ്രൈവേഴ്സിന്റെ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ട്രക്ക് ഓടിക്കുന്നതിനായിട്ടുള്ള പെർമിഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതിന് ക്രൈറ്റീരിയ കുറച്ച് കൂടുതലാണ്. സാധാരണ ഒരു വണ്ടി ഓടിക്കാനായിട്ട് നിലവിൽ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ ലൈസൻസ് സെർബിയൻ ലൈസൻസിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ടെസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം, ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ ട്രക്ക് ഡ്രൈവർമാരുടെ കാര്യത്തിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഞാനും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഡ്രൈവേഴ്സിന്റെ ഒരു ഡ്രൈവർ, കമ്പനിക്കാർക്കും അറിയത്തില്ലായിരുന്നു അതിനെ പറ്റിയിട്ട്. ഡ്രൈവറായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് അതിന്റെ പേരിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിച്ചത് അത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ഞാൻ ഇനി നമ്മുടെ ഇവിടുത്തെ വാക്കൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് അറിയാവുന്നവർക്ക് 2 വാക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു സാലറി ഫിക്സ് ചെയ്തിട്ടില്ല. സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് സാലറിയുടെ ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ അത് വഴിക്ക് നമുക്ക് സാലറി ഫിക്സ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ, ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. വർക്കിംഗ് വീഡിയോ മസ്റ്റായിട്ട് വേണം, ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ.
പിന്നെ ഉള്ളത് പ്ലംബിംഗ് ജോലിക്കായിട്ടാണ്. പ്ലംബിംഗ് ജോലിക്കും എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ഹൈ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. 4 വേക്കൻസിയാണുള്ളത്. അതിനകത്ത് 600 യൂറോ ശമ്പളവും 8 മണിക്കൂർ പെർ ഡേ ഡ്യൂട്ടിയും അതുപോലെ ആഴ്ചയിൽ 6 ദിവസത്തെ വർക്കും. ഇതിനൊന്നും തന്നെ ഫുഡ് ഫ്രീ ഇല്ല. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ടാക്സ് പോയിട്ടുള്ള സാലറിയുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് തന്നെ പോകുന്നത്. ടാക്സും ഇവിടുത്തെ ഉള്ള ഇൻഷുറൻസും ഒക്കെ കൂടി തന്നെ ഏകദേശം ഒരു 60% എമൗണ്ട് കട്ടാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് വരുന്ന സാലറിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞത്. നമുക്ക് ഇത്രയും പൈസ നമ്മുടെ ഇവിടുത്തെ ഒരു ഫുഡ് എക്സ്പെൻസും പോയിട്ട് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. പിന്നെ ഫുഡ് എക്സ്പെൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് നമ്മൾ 6 പേര് ഒരുമിച്ചാണ് താമസിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരു എക്സ്പെൻസ് വരുന്നത് 5000-5500 രൂപയാണ് ഇന്ത്യൻ മണി നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. നോർമൽ എമൗണ്ട് ആണ്. ബാലൻസ് എമൗണ്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സെർബിയയിൽ വന്നിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്ത് അങ്ങനെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പലരും യൂറോപ്പ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇപ്പം നിലവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അൺസ്കിൽഡ് വർക്ക്. എപ്പോഴും ചോദിക്കുന്നവരാണ് അൺസ്കിൽഡ് വർക്ക് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി ചെയ്യാനായിട്ട് കഴിവും മനസ്സും ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ അൺസ്കിൽഡ് വർക്ക്. നാട്ടില് ജസ്റ്റ് ഒരു ജോലി വേണം, ഒരു യൂറോപ്പിൽ പോകണം എന്ന് മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്ത് വച്ചിരിക്കുന്നവർക്ക് ഈ ഒരു അൺസ്കിൽഡ് വർക്ക് ഒരു ബാധ്യതയാകും. കാരണം പലരും എൻ്റെ കെയർ ഓഫിൽ തന്നെ ഇവിടെ വന്നിട്ട് അൺസ്കിൽഡ് വർക്ക് മതി, ഒരു കാറ്റഗറി വർക്കും വേണ്ട, അതായത് ഒരു സ്കിൽഡ് വർക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വന്നിട്ട് തിരിച്ച് ഈ ജോലി പോരാ, കമ്പനി പോരാ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അൺസ്കിൽഡ് വർക്ക് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മനസ്സുണ്ടെങ്കിൽ മാത്രമേ അൺസ്കിൽഡ് വർക്ക് ചൂസ് ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം എന്തെങ്കിലും ഒരു സ്കിൽഡ് വർക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കിൽഡ് വർക്കാണ് എപ്പോഴും സേഫ് എന്ന് എനിക്ക് തോന്നുന്നത്. അൺസ്കിൽഡ് വർക്ക് സേഫ് അല്ല എന്നല്ല, അൺസ്കിൽഡ് വർക്ക് കുറച്ച് ജോലിഭാരം കൂടുതലായിരിക്കും. അൺസ്കിൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു ഹെൽപ്പർ വർക്കാണ്. അപ്പോൾ ഹെൽപ്പറിൻ്റെതായിട്ടുള്ള പണി മാത്രമേ നമുക്കിവിടെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.